സെക്കൻഡറി സെക്ഷൽ ഓർഗൻസിന്റെ ഡെവലപ്മെന്റ്സ് വരുന്നത് തന്നെ പണ്ട് കാലത്ത് നമ്മൾ ടീനേജ് എന്ന് വിളിക്കുന്ന 13ാമത്തെ വയസ്സ് മുതലുള്ള കുട്ടികൾ ഇന്ന് 7 വയസ്സ് 8 വയസ്സ് മുതൽ തുടങ്ങിയിരിക്കും. കറക്റ്റ്. ഇപ്പം മിനിസ്ട്രേഷന്റെ സ്റ്റാർട്ടിങ് ഒക്കെ 13 വയസ്സിലാണ് കണ്ടത് എങ്കിൽ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സിൽ അത് 7 വയസ്സിൽ 8 വയസ്സിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ വലിയൊരു ആരോഗ്യ പ്രശ്നമാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം സ്ഥിരമായിട്ട് ഞാൻ കേൾക്കേണ്ടി വരുന്നു. അതിനെ ഫോഴ്സ് ചെയ്യപ്പെടും. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർന്നിട്ടുള്ള കുട്ടികൾ ഇംഗ്ലീഷിൽ ചോദിച്ചാലേ വാഷ്റൂമിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതി പോലും വന്നിട്ടുള്ള സ്ഥിതി. നമ്മളൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിൽ മരം കയറും, എല്ലാ പണിയും ചെയ്യും. ഇപ്പൊ ഒന്നും ചെയ്യില്ലല്ലോ. അവനവന്റെ മക്കളെപ്പോലും തിരിച്ചറിയാനുള്ള ബോധം അച്ഛനും അമ്മയ്ക്കും ഇല്ല. അപ്പൊ ഞാൻ സ്പെക്സ് വെച്ചിട്ടുണ്ട്. വലിയ രോഗമാണ്. പക്ഷെ അത് രോഗമായിട്ട് ആരും കാണുന്നില്ല. അതേ സമയത്ത് ഞാൻ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ചു എന്ന് വിചാരിക്കും. നിങ്ങൾ എന്ത് പറയും? പുരുഷന്മാർക്ക് നമ്മളിപ്പോ കണ്ടുവരുന്ന ഏറ്റവും എന്താ പറയുക, ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ തൊട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ഇഷ്യൂ. ഡോക്ടർ TPS നമസ്കാരം. ഡോക്ടർ അഭിജിത്ത് നമസ്കാരം. നമ്മൾ ജീവിക്കുന്നത് ഇൽനെസ്സിന് വേണ്ടിയാണോ വെൽനെസ്സിന് വേണ്ടിയാണോ എന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് രോഗം വരാത്ത അവസ്ഥയെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാം രോഗം വന്നാൽ എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എറണാകുളം. എന്താണ് നമ്മൾ ഓരോരുത്തരും വെൽനെസ്സിനെ പറ്റി ചിന്തിക്കുക? വെൽനെസ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, രോഗത്തിനപ്പുറം ആരോഗ്യത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ബേസിക്കലി ഞാനൊക്കെ പേഴ്സണലി എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് പണ്ട് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഓരോ പ്രശ്നങ്ങളും തുടങ്ങുന്നത് പ്രത്യേക ഒരു ഏജ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്കൊരു പ്രായമാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെയുള്ള എല്ലാ സിദ്ധാന്തങ്ങളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സങ്കല്പങ്ങളും ചിന്തകളെയും എല്ലാം മാറിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ട് ഓരോ നിമിഷവും കഴിയുന്തോറും നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളോടെ, ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ രണ്ടും. അപ്പോൾ വെൽനെസ് എന്നുള്ളത് ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ മുതൽ നമ്മളുടെ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻസും പ്രിവെൻഷൻസും എടുത്തു തുടങ്ങേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എനിക്കൊന്ന് യുവാക്കളിൽ ഇപ്പോൾ ഏറ്റവും അധികം കോൺഷ്യസ് ആവേണ്ടത് എന്ത് രോഗമാണ്? സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മെൻസ്ട്രൽ ഇഷ്യൂസ് ആണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ചെറിയ പ്രായത്തിൽ? അതെ, വളരെ ചെറിയ പ്രായത്തിൽ. അതായത് മെനാർക്ക് തുടങ്ങിയ ഒരു 3 ഇയേഴ്സിനുള്ളിൽ 2 ഇയേഴ്സിനുള്ളിൽ തന്നെ ഹോർമോണൽ ഇഷ്യൂസ് വരികയും, കാരണം അതിനകത്തൊരു പ്രീ സ്റ്റേജ് ഉണ്ട്. അതിനു മുമ്പ് തന്നെ അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന അവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം അതിന് കാരണമാണ്. അപ്പോൾ അതാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ. പുരുഷന്മാർക്ക് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ഇഷ്യൂ ഫാറ്റി ലിവറാണ്. എത്ര വയസ്സിലിപ്പോൾ? അതിപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ അനുഭവം. യുവതലമുറയുടെ ആരോഗ്യം ഒരു നാടിൻ്റെ വലിയ വിഷയമാണ് TPS. സമഗ്ര ആരോഗ്യം അല്ലെങ്കിൽ സമ്പൂർണ്ണ ആരോഗ്യം, സുഖം എന്നൊക്കെ ഉള്ളതാണ് ശരിക്കും വെൽനെസ്സിൻ്റെ അർത്ഥം. അത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ മാത്രമല്ല, സാമൂഹികപരമായ ആരോഗ്യം. നമ്മുടെ ചുറ്റുപാട് നമ്മളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. 2 മാനസികമായ ആരോഗ്യം. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ വലിയൊരു ആരോഗ്യ പ്രശ്നമാണ്. എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം സ്ഥിരമായിട്ട് ഞാൻ കേൾക്കേണ്ടി വരുന്നു. അതിനെ ഫോഴ്സ് ചെയ്യപ്പെടുന്നു. അപ്പോഴുണ്ടാവുന്നത് നമ്മൾ ചുറ്റും കാണുന്ന സിനിമകളും ശബ്ദങ്ങളും ഒക്കെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യില്ലേ? നമ്മളിപ്പം കേരളത്തിൽ ഏതെങ്കിലും പബ്ലിക് പ്രോഗ്രാമോ ഒക്കെ നടക്കുന്ന സമയത്ത് കിട്ടുന്ന ശബ്ദം ഉണ്ടല്ലോ, വളരെ അനാരോഗ്യപരമായ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും നമ്മളിലൊക്കെ. അത് ഉണ്ടാക്കുന്ന കുറേ അജിറ്റേറ്റീവ് മൂഡ്. ഇൽനെസ് എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെങ്കിൽ ആന്റോണിം ആണ് വെൽനെസ് എന്ന് പറയുന്നത്. തെറ്റാണ്. ആയുർവേദം ശരിക്കും ലൈഫ് സയൻസ് ആണ്, എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ്. വെൽനെസ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിമ്മ് പഠിപ്പിക്കുന്ന സ്ഥലവും വെൽനെസ് സെന്ററായിപ്പോൾ അല്ലേ? അതെ. നമ്മൾ ഈ രോഗത്തെ നോക്കിക്കാണുന്നതിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ സ്പെക്സ് വെച്ചിട്ടുണ്ട്, അത് രോഗമാണ്, വലിയ രോഗമാണ്. പക്ഷെ അത് രോഗമായിട്ട് ആരും കാണുന്നില്ല. അതേ സമയത്ത് ഞാൻ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ചു എന്ന് വിചാരിക്കും. നിങ്ങൾ എന്ത് പറയും? അല്ലേ? നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്തോ ഒരു കുറവുള്ളത് പോലെയല്ലേ നോക്കുക.
ആണോ അല്ലയോ? അതെ അതെ. അപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള അസുഖം ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം കുറേ പേർക്ക് കണ്ണടയുണ്ട്, കുറേ പേർക്ക് ഇയറിംഗ് എയ്ഡ് ഇല്ല. ഇനി ഒരു കാലം കുറേ പേര് ഇയറിംഗ് എയ്ഡ് ഉള്ളതായാലോ, അതും നമ്മളൊരു അസുഖമായിട്ട് കാണില്ല. പറഞ്ഞ മനസ്സിലാവണില്ലേ? ഇത് വരും ലോകത്ത്. അല്ല, ഇപ്പോൾ TPS പറഞ്ഞതിലൊരു പോയിന്റ്, കുട്ടികളിൽ 15 വയസ്സ് മുതൽ ആൺകുട്ടികൾ ഫാറ്റി ലിവറും പെൺകുട്ടികൾ മെൻസ്ട്രൽ ഇഷ്യൂസും വളരെ കോമൺ ആണെന്ന് അദ്ദേഹത്തിന് 7ഓളം സ്ഥാപനങ്ങൾ കേരളത്തിലുടനീളം ഉള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, അദ്ദേഹം ചികിത്സിക്കുന്ന രോഗികളിൽ നിന്നുള്ള പരിചയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞാണ്. ഇവിടെ ഈ വിദ്യാഭ്യാസം കുട്ടികളിൽ സ്ട്രെസ്സ് കൊടുക്കുന്നു എന്നൊരു പോയിന്റ് TPS പറഞ്ഞു. നമ്മളത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് വിദ്യാഭ്യാസം കുട്ടികളിൽ സ്ട്രെസ്സ് കൊടുക്കുന്നു? ഇത് സിലബസിൻ്റെ പ്രശ്നമാണോ, പഠിപ്പിക്കലിൻ്റെ പ്രശ്നമാണോ, കുട്ടികളെ ഇഷ്ടമില്ലാത്തത് വിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ടാണോ, പഠിപ്പിക്കുന്ന രീതിയുടെ പ്രശ്നമാണോ, എന്താണ് ഇതിൻ്റെ ആക്ച്വൽ ഇഷ്യൂ? നമ്മൾ ഒരു 10 വയസ്സ് വരെയൊക്കെ വീട്ടിൽ നടക്കുന്നൊരു കുട്ടിയാണെങ്കിൽ തോന്നുന്ന സമയത്ത് 1നോ 2നോ പോവാം, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം. ഒരു ക്ലാസ് മുറിയിൽ എത്തുമ്പോഴോ, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർന്നിട്ടുള്ള കുട്ടികൾ ഇംഗ്ലീഷിൽ ചോദിച്ചാലേ വാഷ്റൂമിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതി പോലും വന്നിട്ടുള്ള സ്ഥിതിയുണ്ട്. സത്യം. അവൻ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കില്ല, ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കില്ല. കാരണം മൂത്തൊഴിക്കാൻ മുട്ടിയാലോ എന്ന് പേടിച്ചിട്ടാണ്. ഇന്നത്തെ നമ്മളിപ്പം ഈ പറഞ്ഞല്ലോ, സെക്കൻഡറി സെക്ഷൽ ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വരുന്നത് തന്നെ പണ്ട് കാലത്ത് നമ്മൾ ടീനേജ് എന്ന് വിളിക്കുന്ന 13ാമത്തെ വയസ്സ് മുതലുള്ള കുട്ടികൾ ഇന്ന് 7 വയസ്സ് 8 വയസ്സ് മുതൽ തുടങ്ങിയിരിക്കും. കറക്റ്റ്. അന്ന് ആ മെച്യൂരിറ്റി 13 വയസ്സുള്ളപ്പോഴെത്തുമ്പോഴാണ് അവർ ശരീരത്തെ അവർ ആ തോതിലേക്ക് കൺട്രോൾ ചെയ്യുകയും നോക്കുകയും കാണുകയൊക്കെ ചെയ്യേണ്ടത്. ആ പ്രായം ഇല്ലാത്ത ഇപ്പം ഈ നമ്മൾ പറയുന്ന മെച്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ താഴത്തേക്ക് വന്നു ഫിസിക്കലി, പക്ഷെ ഇമോഷണലി വന്നിട്ടുമില്ല. കറക്റ്റ്. അതിന് ഈ മെനാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം മിനിസ്ട്രേഷൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ 13 വയസ്സിലാണ് കണ്ടത് എങ്കിൽ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സിൽ അത് 7 വയസ്സിലും 8 വയസ്സിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. കോമൺ നമ്മൾ ചില ന്യൂസ് വായിക്കില്ലയോ, 9 വയസ്സുള്ള കുട്ടി 7 വയസ്സുള്ള കുട്ടിയെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംഭവം അതാ ഞാൻ പറഞ്ഞത്. സോഷ്യൽ എന്ന് പറഞ്ഞ വാക്കതാണ്. അതിന് ഉത്തേജനം നൽകുന്ന തരത്തിലുള്ള മീഡിയ ഇൻഫ്ലുവൻസ്, അതിന് ഉത്തേജനം നൽകുന്ന പല സംഭവങ്ങളും ലോകത്ത് ചുറ്റും നടക്കുന്നുണ്ട്. ഇത് മീഡിയ ഇൻഫ്ലുവൻസ് മാത്രമാണോ ഈ ഒരു ജനറേഷൻ? നമ്മൾ ഏറ്റവും കൂടുതൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയായിരിക്കും. നമ്മുടെ സുനാമിയോ എന്തോ വന്ന സമയത്ത് ഏതോ ഒരു യൂറോപ്യൻ ലേഡിയെ കാസർഗോഡ് അറസ്റ്റ് ചെയ്തൊരു കേസ് ഉണ്ടറിയും. അവർ സിനിമ പ്രൊഡ്യൂസറോ ആക്ട്രസോ എന്തോ ആയിരുന്നു. അവരെ പിടിച്ചപ്പോഴാണ് അവരറിയുന്നത് അവരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ന്യൂസ് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അവരത് കണ്ടിട്ട് പോലും ഇല്ല. കേരളത്തിലെ എല്ലാവർക്കും അവർക്കറിയില്ല. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളിതൊന്നും അറിഞ്ഞില്ല? ഇല്ല, അവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്, പക്ഷെ അവരിതൊന്നും കാണില്ല. അവരെപ്പറ്റി മിസ്സിങ് എന്ന് പറഞ്ഞ് സ്പ്രെഡ് ചെയ്തു. അത് അവരറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളല്ലേ ഈ സ്ഥിരം രാവിലെ എഴുന്നേറ്റാലും പകലായോ എന്ന് അറിയാൻ വേണ്ടി TVയുടെ ഒച്ച വെക്കുന്നത്. കറക്റ്റ്. TV ഓൺ ചെയ്താലല്ലേ രാവിലെ ആയി എന്നവർക്കൊരു ബോധമുള്ളൂ. അല്ല TPS, ഇതിപ്പം ഓക്കെ, മീഡിയ ഇൻഫ്ലുവൻസിങ് കേരളത്തിലല്ല, ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയ കൂടുതലാണ്. അതിനേക്കാൾ ഉപരി ഇപ്പം എനിക്ക് 3 വയസ്സും 2 വയസ്സുള്ള 2 കുട്ടികളുണ്ട്. പക്ഷേ ഈ 3 വയസ്സും 2 വയസ്സുള്ള എൻ്റെ കുട്ടികൾ മാത്രമല്ല, അവർക്കൊപ്പമുള്ള കുട്ടികൾ പോലും ഒരു 3 വയസ്സും 2 വയസ്സിൻ്റെ ബുദ്ധിയോ പ്രവൃത്തിയോ പ്രാകൃതമോ അല്ല അവർക്കുള്ളത്. അവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഞാൻ എൻ്റെ ഭാര്യ എടുത്ത് തമാശയ്ക്ക് ചോദിക്കും, നീ 10 വയസ്സുള്ള കുഞ്ഞിനെയാണോ, ഇത്രയും ബുദ്ധിയുള്ള കുഞ്ഞിനെയാണോ പ്രസവിച്ചതെന്നൊക്കെ ചുമ്മാ. ഇതിപ്പം എൻ്റെ വീട്ടിൽ മാത്രം വിഷയമല്ല. ഇങ്ങനൊരു ഇത് എല്ലാവർക്കും പ്രായത്തേക്കാൾ ബുദ്ധി കൂടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് ഡോക്ടർ? അതിൻ്റെ കാരണം എന്താണ്? അല്ല, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം TPS പറഞ്ഞതുപോലെ ഈ സോഷ്യൽ സിനാരിയോസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത് ഇപ്പോൾ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ അഡ്വാൻസ്മെൻറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രായത്തിനെ അല്ലെങ്കിൽ പ്രായത്തിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള അവർക്കുള്ള കാര്യങ്ങളൊന്നും അവരുടെ ഇമോഷണൽ ലെവലിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശാരീരികമായി വളരുന്നു, ഇമോഷണലായിട്ട് ഡൗൺ ആണ്, വളരുന്നില്ല. ഇന്റലക്ച്വൽ ആണ് ഇപ്പം ഇദ്ദേഹം പറയുന്ന 10 വയസ്സ്. അതാണ് നമുക്ക് പ്രായം എന്ന് പറയുന്നത് ബയോളജിക്കൽ, ഇന്റലക്ച്വൽ, ഇമോഷണൽ, ഫിസിക്കൽ ഒക്കെ ഉണ്ട്. സോഷ്യൽ. ഫിസിക്കലി വല്ലാണ്ട് ബൾക്കിയാണ് പലരും. ആ ബൾക്കി ആയിട്ടുള്ള ഫിസിക്കൽ വളരുന്നത് അവരെ ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണ്.
നമ്മളൊക്കെ എന്താ പറയുക, നമ്മളെ മക്കളെ വി ബ്രോട്ടപ്പ് എന്നാണ്. അങ്ങനെ ബ്രോട്ടപ്പ് ഒന്നും ആവശ്യമൊന്നുമില്ല, നമ്മളൊന്നും ബ്രോട്ടപ്പ് ഒന്നുമല്ല, വളർന്നു പോയതാണ്. ഇപ്പം അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താണ്? അവർ വെൽനെസ്സും ഇൽനെസ്സും അല്ല, നിൽനെസ്സാണ്, നില്ലായി മാറുകയാണ് ചെയ്യുന്നത്. ഈ നല്ല ബാംഗ്ലൂർ ടൊമാറ്റോ ഇല്ലേ, കാണാൻ എന്ത് ഭംഗിയാ, ഒരു ഈച്ച പോലും അത് തിന്നില്ല. അതേപോലെ നാടൻ ടൊമാറ്റോ ആണെങ്കിലോ എന്താ ടേസ്റ്റ്, പക്ഷെ ഉറുമ്പും തിന്നും ഇല്ലേ. ഇങ്ങനെ വളർത്തി കൊണ്ടുവരികയാണ് നമ്മുടെ മക്കളെ, ഒരു ഗുണമില്ല. മാത്രമല്ല, ഒരു നോർമൽ, ഇപ്പോൾ ഫിസിക്കലി പറഞ്ഞാൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ എന്താ ക്ഷീണിച്ചിരിക്കുന്നതെന്നാ ചോദിക്കുന്നത്. ഒരു പരിധിക്കപ്പുറം ഒരു ബൾക്കിയാണ് നോർമാലിറ്റി എന്നാണ് ചിന്തിക്കുന്നത്. അതായത് ഇപ്പോൾ പാരൻസ് ഒക്കെ പറയുന്നത്, അയ്യോ മോന് ഒരു കുഴപ്പമില്ല, മോന് നല്ല വൃത്തിയുള്ള ശരീരമാണ്, പക്ഷെ കാണുമ്പം ഒരു ബൾക്കി ഫീലിംഗ്, ചബ്ബി ഫീലിംഗ് ഇല്ലെങ്കിൽ ദേ ആർ ഫീലിംഗ് ഇറ്റ് ഈസ് അബ്നോർമാലിറ്റി. അത് ഫിസിക്കലായിട്ടുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ മൊബൈലോ അല്ലെങ്കിൽ സോഷ്യൽ സാഹചര്യങ്ങൾ, ഇന്റലക്ച്വലി ഈ പറഞ്ഞതുപോലെ അഡ്വാൻസ്മെന്റ് ഉണ്ടെങ്കിൽ പോലും ഇമോഷണലി ഒന്നുമില്ല. ഞാൻ പറഞ്ഞൊരു 10ാം ക്ലാസ്സിലോ +2ലോ പഠിക്കുന്ന ഒരു പയ്യന്റെ മുമ്പിൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റേ കൊടുക്കാൻ പറ്റത്തില്ല ഒന്നിലും, അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിൽ മരം കയറും, എല്ലാ പണിയും ചെയ്യും. ഇപ്പൊ ഒന്നും ചെയ്യില്ലല്ലോ. ഇപ്പൊ എൻ്റെ അടുത്ത് ക്യാമ്പിന് വന്ന ഒരു 9ാം ക്ലാസ്സുകാരൻ, ദുബായ്ക്കാരൻ, ഞാൻ അവനോട് അവൻ്റെ വീട്ടിലുള്ള കെയറൊന്നും നമ്മുടെ ക്യാമ്പിലില്ല. അപ്പോൾ അവനോട് സാധാരണ ടവല് പിഴിയാൻ പറയുമ്പോൾ അവന് അത്ഭുതത്തോട് നോക്കുകയാണ് എങ്ങനെ ഈ ടവല് പിഴിയണത്. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ ബാത്റൂമിൽ കയറുമ്പോൾ എല്ലാം അഴിച്ചിടും, അത് അമ്മ കൊണ്ടുപോയിട്ട് പിന്നെ ടബിലിടും, അത് അയൺ ചെയ്തിട്ട് ഇങ്ങനെ വരും എന്നല്ലാതെ അവൻ ഇതുവരെ ഒരു അവനവൻ്റെ ഒരു ക്ലോത്ത് പോലും ഡ്രൈ ചെയ്യാൻ ഞാൻ അവനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു അഴ കെട്ടിയിട്ട് ഡ്രൈ ചെയ്യാൻ അവനിങ്ങനെ അത്ഭുതത്തോട് നോക്കുകയാണ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ ഇടുന്നത്. 9ാം ക്ലാസ്സിലെ പയ്യൻ, ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു കാര്യവും ചെയ്യാതെ മക്കളെ വളരെ കെയർഫുൾ, ഒന്നേ ഉള്ളൂ. അതാണ് ഈ പ്രശ്നം. നമ്മളൊക്കെ വളരുന്ന സമയത്ത് അമ്മയ്ക്കൊന്നും നമ്മളെ നോക്കാൻ സമയമില്ല, കാരണം ഇഷ്ടംപോലെ പിള്ളേരാ വീട്ടിൽ. അപ്പോൾ ശ്രദ്ധ ഇല്ലാതെ നമ്മൾ സെൽഫായിട്ട് പഠിക്കുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതില്ലല്ലോ. ഇത് ഫീഡിങ് അല്ലേ? ആ ഫീഡിങ് ആണ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുമാണ്, പഠനത്തിൻ്റെ കാര്യത്തിലും സ്പൂൺ ഫീഡിങ് ആണ്. അപ്പം നമ്മൾ ഈ വെൽനെസ് എന്ന് പറഞ്ഞ് ചിന്തിച്ചു തുടങ്ങേണ്ടത് പേരൻറ്റിങ്ങിൽ നിന്ന് തന്നെ ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു, അല്ലേ? വലിയ വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഒരു 500 രൂപ കൊടുത്തിട്ടേ, 500 രൂപ കൊടുത്തിട്ട് ഒരു +1ലോ +2ലോ പഠിക്കുന്ന പയ്യൻ്റെ മൊബൈൽ ഇല്ലാതെ 500 രൂപ കൊടുത്തിട്ട് നീ കോട്ടയത്തോട്ട് വരാൻ പറഞ്ഞാൽ അവൻ പെട്ടുപോകും. ഞാൻ എറണാകുളത്തു നിന്നൊരു പയ്യനെ, 9ാം ക്ലാസ്സിലുള്ള പയ്യനാ, അച്ഛൻ പറഞ്ഞു എന്നോട്, ആ പയ്യൻ്റെ ഫാദർ ഇവിടെ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം പറഞ്ഞു എൻ്റെ ക്യാമ്പിന് കൊണ്ടുവിടാം. അപ്പോൾ ഇദ്ദേഹം വരണം ക്യാമ്പിന് കൊണ്ടുവിടാൻ, 10 ദിവസം കഴിഞ്ഞ് പിക്കപ്പ് ചെയ്യാൻ വരണം. അതേ പറഞ്ഞു. യെസ്, കറക്റ്റ്. അപ്പോൾ ഇവന് നല്ല ധൈര്യമുണ്ട്, പക്ഷെ അപ്പനും അമ്മയ്ക്കും ധൈര്യമില്ല. അപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഞാൻ ക്യാമ്പ് തീരാറാകുമ്പോൾ ഞാൻ മോന് പോകണമെന്ന് ചോദിച്ചു. 10 ദിവസം കഴിഞ്ഞാൽ ഇയാൾ വരും. 9 ആകുമ്പോഴേ വിളിച്ചു തുടങ്ങും. 10ാം തീയതി ആണല്ലോ നമ്മൾ വിടുന്നത്. അപ്പം ഞാൻ 8ാം തീയതി ആകുമ്പോൾ ഇവനോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോവാ മോനെ ചോദിച്ചു. പോവാലോ. ഞാൻ ഉടനെ ഇദ്ദേഹത്തോട് വിളിച്ചത്, എൻ്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് ടൗൺ സ്റ്റേഷനിൽ, ഇത്ര മണിക്ക് ഇന്ന വണ്ടിക്കാണ് വരുന്നത്, അയാളൊന്ന് പിക്കപ്പ് ചെയ്യണം. കയറ്റി വിട്ടത് ഈ പയ്യനെയാണ്. അപ്പന് വലിയ സർപ്രൈസ് ആയിരുന്നു, ഇവൻ ഇങ്ങനെയൊക്കെ വരാൻ പറ്റുമോ. കറക്റ്റ്. അവനവൻ്റെ മക്കളെപ്പോലും തിരിച്ചറിയാനുള്ള ബോധം അച്ഛനും അമ്മയ്ക്കും ഇല്ല എന്നുള്ളതാണ്. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ എൻ്റെ അടുത്ത് വന്ന് പാട്ട് പാടിയ സമയത്ത് ഞാൻ അവൻ്റെ അപ്പനോട് പറഞ്ഞു, മകൾ പാടുണ്ടെന്നിട്ട്. എൻ്റെ മകൾ പാടുമോ? കാരണം വീട്ടിൽ അതിനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായാലല്ലേ പാടാൻ പറ്റുള്ളൂ. കറക്റ്റ്. അല്ല, അതിനകത്ത് വേറൊരു സംഭവം എന്താ പറയുക, ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഈവൻ അവർക്ക് പുറം ലോകമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ അവരെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ഇവർ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുന്നില്ല. അതാണ് പ്രശ്നം. പുറം ലോകത്തോട് വിടുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടിയേ ഉള്ളൂ, ഈ പറഞ്ഞതുപോലെ കൊണ്ടുവിടുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. രാവിലെ കുൻഫു, ഉച്ചയ്ക്ക് മറ്റേ ക്ലാസിക്കൽ ഡാൻസ്, ഉച്ചയും ബ്രേക്ക് ഡാൻസ്, ഇങ്ങനെയാണല്ലോ ഒരു ദിവസം 7-8 ക്ലാസ് ഒക്കെ ആണല്ലോ ഒരാൾക്ക് കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് വൈകിട്ട് ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇപ്പോഴത്തെ പാരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതും കാണുന്നില്ല. അതാണ് ഏറ്റവും ഈ വെൽനെസ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് വളർന്നു വലുതാവാൻ സാധിക്കില്ല. കറക്റ്റ്. അതെപ്പോഴും ചെറിയ കാറ്റും മഴയും വരുമ്പോൾ ഒറ്റക്ക് നിൽക്കുന്ന മരം പൊട്ടി വീഴും. ഒരു ഗ്രൂപ്പ് ആവുമ്പോൾ അതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവും.
ഹ്യൂമൻ ബീയിങ്, സോഷ്യൽ ബീയിങ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വി ആർ സോഷ്യൽ ബീയിങ്. ഒരു സൊസൈറ്റിയുടെ കൂടെ ജീവിക്കാൻ നമുക്ക് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല വെൽനസ്. സൊസൈറ്റിയിൽ എങ്ങനെ നമുക്ക് കൂടെ ജീവിക്കാൻ പറ്റുമെന്ന് പഠിക്കാത്തൊരു ലോകം. സൊസൈറ്റി പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ജീവിക്കുന്ന ലോകമല്ല ഇന്നത്തെ ലോകം. ഇതൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ട്. കുറേ കുട്ടികളുണ്ട് വളരെ സ്മാർട്ടാണ് വീട്ടിൽ, പക്ഷെ പുറത്തെത്തുമ്പോൾ ഒന്നും വേണ്ടില്ല. അവർക്ക് സോഷ്യൽ സ്കില്ല് 0 ആണ്. എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? കാരണം ചെറുപ്പം മുതൽ അത് വളർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു ബുക്കുണ്ട്, ലൈഫ് മെയ്ഡ് സിമ്പിൾ. അതിനകത്ത് ഞാൻ 3 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുക ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തിയാണ്. അപ്പോൾ അപ്പനും അമ്മയും എന്നാ പറയാം. 5 വയസ്സുള്ളപ്പോഴോ KG ടീച്ചർമാരായിരിക്കും. ഒരു 10 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വിരോധി ആരാണെന്ന്. ഈ ആദ്യം പറഞ്ഞ അപ്പനും അമ്മയും ടീച്ചർമാരുമാണ്. അപ്പോൾ അത് ഒരു ടീനേജ് വരെ അവരുടെ ഏറ്റവും വലിയ വിരോധി എന്ന് പറയുന്നവരാണ്. അവരെ ഗൈഡ് ചെയ്യുന്നതൊക്കെ അവരുടെ ഫ്രണ്ട്സാണ്. ആ ഫ്രണ്ട്സ് നല്ലതല്ലെങ്കിൽ ബുദ്ധിമുട്ട്. മിക്കവാറും ഭക്ഷണ രീതികളും ഒക്കെ ബാഡ് ഹാബിറ്റ്സും ഒക്കെ ഇവിടെ. ഇപ്പം കേരളത്തിലൊക്കെ എത്രയോ കേസുകൾ ഉണ്ടാവും. കൊറിയൻ സിനിമകളും ജീവിതശൈലിയും പഠിച്ചിട്ട് അത് ഫോളോ ചെയ്യാൻ നോക്കുന്ന എത്രയോ കേസുകൾ ഉണ്ടെന്ന് അറിയാം. കറക്റ്റ്. എന്തുകൊണ്ടാ? വീടുമായിട്ട് ബന്ധമില്ല, ഇമോഷണൽ കോണ്ടാക്ട് ഇല്ല, കണക്ഷൻസ് ഇല്ല, ബന്ധുക്കൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലും കുറഞ്ഞില്ല, യാത്രയില്ല, ഗെറ്റ് ടുഗദർ ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയിട്ട് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. ദാറ്റ് മീൻ ലൈക്ക് 18-19 വയസ്സുള്ളൊരു 100 കുട്ടികളിരിക്കുന്ന ക്ലാസ്സിൽ 6 മണിക്കൂർ ഉറങ്ങുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു 7-8 പേരാണ് കൈവക്കിയത്. 5 മണിക്കൂർ ഉറങ്ങുന്നവർ എത്ര ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ 10-12 പേര് കൈവക്കി. ഏറ്റവും കൂടുതൽ, അതായത് 50 കുട്ടികളിൽ മേളിൽ കൈവക്കിയത് 3 മണിക്കൂർ ഉറങ്ങുന്ന കുട്ടികളാണ്. ആ 3 മണിക്കൂർ ഉറങ്ങുന്ന കുട്ടികൾ ഭൂരിപക്ഷമാകുന്ന, അല്ലെങ്കിൽ അവർ മെജോറിറ്റി ആവുന്ന ഒരു കാലത്തിരുന്നുകൊണ്ടാണ് നമ്മൾ വെൽനസ് എന്നുള്ള വാക്കിനെ പറ്റി സംസാരിക്കുന്നത്. നല്ല ഉറക്കമില്ലെങ്കിൽ ബയോകെമിസ്ട്രി ഫുൾ മാറും. ന്യൂറോൺസിന്റെ ചേഞ്ചുകൾ എന്തൊക്കെയായിരിക്കും, ഏത് തരത്തിലാണ് എഫക്റ്റ് ചെയ്യുക, അത് അഡിക്ഷൻ ആവും. ഉറക്കം ഒരു അഡിക്ഷനാണ്. അധികം ഉറങ്ങുന്നതും അഡിക്ഷനാണ്, കുറച്ചുറങ്ങുന്നതും അഡിക്ഷനാണ്. ഇവർ മറ്റ് സമയങ്ങളിൽ രാത്രി അല്ലാതെ വേറെ സമയങ്ങളിൽ ഉറങ്ങുന്നുമില്ല. ഇല്ല ഇല്ല അല്ല, അവരുടെ മെന്റൽ എബിലിറ്റി തന്നെ ഡിഫറെൻ്റ് അല്ലേ. അവരുടെ ഇമോഷൻസ് ഡിഫറെൻ്റ് ആണ്, അവരുടെ ആങ്കർ ഡിഫറെൻ്റ് ആണ്, അവരുടെ ലിസണിങ് പവർ വളരെ കുറവായിരിക്കും. അതൊരു നമ്മൾ തമാശയ്ക്ക് പറയല്ലോ, 100 കോടി രൂപ അക്കൗണ്ടിലുണ്ട്, രാവിലെ എണീറ്റിട്ട് വയറ്റിൽ നിന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ചോദിക്കുന്നത് പോലെ 50 കോടി രൂപയുടെ വീട് പണിതിട്ട് ഉറക്ക ഗുളികയില്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ നമ്മളുടെ വളരെ കോമൺ ആണ്. അത് ഏറ്റവും നല്ല സുഖം എന്ന് പറയുന്നത് സുഖമായ ഉറക്കല്ലേ? കറക്റ്റ്. അതെ. ഏത് ഡോക്ടറും ആദ്യം ചോദിക്കേണ്ടത് ഉറക്കം നന്നായിട്ടുണ്ടോ എന്നാണ്. ഉറക്കം നന്നായിട്ടുണ്ടെങ്കിൽ പകുതി ആശ്വാസമായി. ഓക്കെ, DBS അബി, നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നതിൽ കാര്യമില്ല. എന്താണ് ഇതിനൊരു പരിഹാരം? ഇതിന് ഈ വീഡിയോയിലൂടെ നമുക്ക് എന്താണ് കുറച്ചു പേർക്കെങ്കിലും ഇതൊരു ഗൈഡൻസായി, ഒരു ലൈഫിൻ്റെ വെൽനെസ് എന്ന് പറയുന്നത് അവർ കാണുന്നതിനപ്പുറത്തേക്ക് കുട്ടികളിലെയും വീടുകളിലെയും സ്കൂളുകളിലെയും ഉറക്കം തുടങ്ങി പഠനം തുടങ്ങി ഇതിനെയൊക്കെ എങ്ങനെ ക്രമീകരിക്കാൻ പറ്റുമെന്നാണ് നമുക്കിപ്പം പറയാൻ പറ്റുക? ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആദി വ്യാധി രൂപേണ ജായതയെന്ന്. ആദിയാണ് വ്യാധിയായിട്ട് മാറുന്നത്. ആദി ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കൺട്രോൾഡ് ആയിട്ടുള്ള, ഇല്ലാത്ത ആഗ്രഹങ്ങൾ, വയ്യാത്ത ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുമ്പോഴാണ് പലപ്പോഴും പ്രഷർ കൂടുന്നത്. അത് വല്ലാണ്ട് കൂടിയിരിക്കുന്നതാണ്. പ്രഷർ കുക്കർ എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട് തെലുങ്കിൽ. ഒരു കുട്ടിയെ പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ടാക്കണത് പോലെ ഒരു എഞ്ചിനീയർ ആക്കണം എന്നുള്ള ആഗ്രഹം, ഡോക്ടർ ആക്കണം എന്നുള്ള ആഗ്രഹം, ചുരുങ്ങിയ ആഗ്രഹമൊന്നും അല്ലല്ലോ. ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, കടെടുത്തിട്ടല്ലേ പഠിപ്പിക്കുന്നത്. അപ്പം മക്കൾക്ക് എത്ര പ്രഷർ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. പറ്റാത്തൊരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കുന്ന സമയത്ത് കടം മേടിച്ചിട്ട് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പം ആരോഗ്യം വളരെ വലിയ കാരണം ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജിത്. ശരീരം മനസ്സിനെയും മനസ്സ് ശരീരത്തെയും ഒരേപോലെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഭവം ജീവിത ശൈലിയാണ്. അത് ഈ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നേരത്തെ JK ചോദിച്ചില്ലേ, ഈ പാരൻറ്റിങ് ആണോ പ്രശ്നം എന്ന് ചോദിച്ചില്ലേ. പാരൻസിനോട് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. പാരൻസ് ഇത് മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, ആദ്യം മക്കളെ മനസ്സിലാക്കാൻ പാരൻസ് തുടങ്ങിയാൽ മാത്രമേ സാധ്യമാവൂ. കറക്റ്റാണ്. അവരോട്
നീ ഇത് ചെയ്യൂ, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ, ഞാൻ പറഞ്ഞില്ല നീ ഇത് ചെയ്താൽ മതി എന്നുള്ള ജനറേഷനൊക്കെ പോയി. ഇനി ചെയ്യുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മളോടൊക്കെ നേരത്തെ ഒരു പക്ഷേ നമ്മളോടൊക്കെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അത്ര, ഇപ്പൊ എന്റെയൊക്കെ ജനറേഷനെ ഞാൻ പറയുന്നത്, നമ്മൾ അത്ര തിരിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ജനറേഷൻ ഒന്നുമില്ല. അത് അനുസരിക്കും അവരെന്തേലും എന്നാലും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് അനുസരിക്കുന്നത് അറിയോ? അന്ന് അച്ഛന് നമ്മളെ കുട്ടികളെക്കാളും വിവരം ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് നമ്മളെക്കാളും വിവരമുണ്ട് അച്ഛൻ. കാരണം വിവരം കൂടുതലാണ്. ഈ പറഞ്ഞ ഇന്റലക്ച്വൽ ഗ്രോത്ത് ആണ്. നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന എന്തുകൊണ്ടാ? അവർക്ക് നമ്മളെക്കാളും വിവരമുള്ളതുകൊണ്ടാണ്. അപ്പൊ അതിനേക്കാൾ പേരൻസ് ആ ഇന്റലക്ച്വൽ ഗ്രോത്തും അവരെ മാനേജ് ചെയ്യാൻ വേണ്ടുന്ന കപ്പാസിറ്റിയും ഉണ്ടാക്കിയില്ല. നമ്മൾ എന്തിനാ മാനേജ് ചെയ്യുന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. പറഞ്ഞുകൂടെ വൈ ഡു യു മാനേജ് സംബഡി? ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ പ്രവർത്തിച്ചു വരുന്നത് അതാണ് കണ്ടിട്ട് മക്കൾ പഠിക്കുക. ഇപ്പൊ ഇന്നലെ എൻ്റെ മക്കളെ നല്ല വായനക്കാരാക്കാൻ എന്ത് ചെയ്യണം വെച്ച് വീട്ടിൽ എത്ര കിലോ ബുക്ക് ഉണ്ടെന്ന് ചോദിച്ചു. എത്ര കിലോ ബുക്ക് അല്ലേ? അങ്ങനെയെങ്കിലും എണ്ണാൻ പറയണ്ടേ? അങ്ങനെ ബുക്സ് ഒന്നുമില്ല. അടുക്കളയിൽ എത്ര സാധനങ്ങൾ ഇരിപ്പുണ്ട്? കുറേ ഡബ്ബകളിൽ കുറേ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനം, കിച്ചൺ ഫുള്ളുണ്ട് ഇല്ലേ? ഫ്രിഡ്ജ് നിറച്ചും സാധനമുണ്ട് ഇല്ലേ? പഠിക്കാൻ എത്ര പുസ്തകം ഉണ്ടാവും? ജനറൽ നോളജിന് പറ്റുന്ന ജനറൽ ആയിട്ടുള്ള ബുക്സ് നിങ്ങളുടെ വീട്ടിൽ എത്രയുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. അതില്ല, ഒന്നുമില്ല. പഠിക്കുന്ന ബുക്കല്ലാതെ, ടീച്ചർമാരുടെ വീട്ടിൽ പോലും പഠിക്കുന്ന ബുക്കല്ലാതെ ഒരു റെഫറൻസ് ബുക്ക് പോലും, ഡിക്ഷണറി പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചുറ്റും എന്താണോ അതാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. കറക്റ്റ്. എൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ എനിക്ക് എടുക്കാൻ 20 സെക്കൻഡേ വേണ്ടൂ. 20 സെക്കൻഡ് റൂൾ എന്നാണ് പറയാം. 20 സെക്കൻഡിൽ എൻ്റെ ചുറ്റും കുറേ ബുക്സ് ആണെങ്കിൽ ഞാൻ ബുക്സ് എടുക്കും. 20 സെക്കൻഡിൽ എൻ്റെ ഫോണാണെങ്കിൽ ഞാൻ ഫോണാണ് എടുക്കുക. റിമോട്ട് കുറേ ദൂരെ വെക്കുക, ഫോൺ കുറേ ദൂരെ വെക്കുക. കുറച്ച് ബുക്സ് മാത്രം ഇട്ടിട്ട് ഒരു കുട്ടിയെ ഇരുത്താൻ സാധിച്ചാൽ ആ കുട്ടി കുറേ വായിക്കും. ശീലങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അത് വേണമെങ്കിൽ കുട്ടി ജനിച്ചു വരുമ്പോഴേ അച്ഛനും അമ്മയൊക്കെ വായിക്കുന്നവരാണെങ്കിൽ മക്കളും വായിക്കും. പറയുന്നതല്ല അവർ കേൾക്കുന്നത്, അവർ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആചാര്യന്മാരാവണം, ചെയ്ത് കാണിക്കുക. അല്ലാതെ നമ്മൾ തമാശക്കരത്തില്ലേ, അച്ഛനും അമ്മയും മക്കളും കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു പിരിവുകാരൻ വരുമ്പം മക്കളെ പറഞ്ഞു അച്ഛനിവിടെ ഇല്ല എന്ന് പറഞ്ഞ് ആദ്യമേ കള്ളം പറയാൻ പഠിപ്പിക്കുന്ന പാരൻസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. സത്യമാണ്. അത് വളരെ കോമൺ ആയിരുന്നു. വളരെ കോമൺ ആയിരുന്നു. അച്ഛനിവിടെ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികളോട് നമ്മൾ വിളിച്ചിട്ട് കള്ളം പറയരുത് എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു പ്രശ്നമില്ലേ? ഫോൺ വിളിച്ചാൽ, ഫോൺ എടുത്താൽ അച്ഛനിവിടെ ഇല്ലെന്ന് പറഞ്ഞെന്ന് പറയും. അച്ഛനില്ല കേട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞു ഫോൺ വെക്കും. അവിടെ മുതൽ അതൊരു പ്രോഗ്രാമിംഗ് ആയി. അത് കഴിഞ്ഞ് ആ അച്ഛൻ തന്നെ കുട്ടിയോട് പറയാണ് മോനെ കള്ളം പറയരുത് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നൊരു ചെറിയൊരു ഇതുണ്ടല്ലോ. അല്ല, ഇതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് ചെയ്ത് കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളുടെ കുട്ടികളെ എന്താണ് നല്ലത് എന്ന് പറയുന്നതിന് പകരം അല്ല, എല്ലാവരുടെയും ധാരണ എനിക്ക് പാരന്റിങ് അറിയാമെന്നാണ്. കറക്റ്റ്. അപ്പനും അമ്മയും ആവാൻ പറ്റുമെങ്കിൽ എനിക്ക് വളർത്താനും അറിയാം. അവരുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും പറഞ്ഞാൽ പോലും കേൾക്കില്ല അല്ലെ? പിന്നെ നല്ല ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും അല്ലെങ്കിൽ അവര് മക്കളെ അച്ഛൻ്റെ അമ്മയുടെയും ഓപ്പോസിറ്റ് ആക്കി മാറ്റും. അതും വലിയൊരു. ഇനി ഇതാവുന്ന സമയത്ത് പാരൻസിനെ ഇവർ ദോഷം ചെയ്യും. ഇത് നമ്മളെ കുട്ടികളെ വഷളാക്കുന്നതല്ല, മക്കള് പാരൻസിനെ ഡിമാൻഡ് ചെയ്ത് ഉപദ്രവിക്കുന്ന എത്രയോ കേസുകളുണ്ടെന്നറിയാം. പാരൻസിനെ ത്രട്ടൺ ചെയ്യും. ഇപ്പം ആരും വഴക്ക് പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു കോളേജിലൊരു കേസ്, കോപ്പി അടിച്ചത് പിടിച്ച ആൾക്ക് ഭയമാണ്. ഇവൻ നാളെ ആത്മഹത്യ ചെയ്ത പ്രശ്നമായി ഇയാളുടെ പേരിൽ. അതെ, ഇപ്പൊ പിടിക്കാൻ പറ്റില്ല. കള്ളന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ കള്ളൻ ആത്മഹത്യ ചെയ്ത് എന്ത് ചെയ്യും? നിങ്ങൾ തൂക്കും. അപ്പൊ ഇത് എല്ലാത്തിനും അനുവാദം കൊടുക്കുന്ന ഒരു പാരന്റിങ് ആണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത്. സ്ട്രിക്റ്റ് ആവാൻ പറ്റില്ല, അടിക്കാൻ പറ്റില്ല, വഴക്ക് പറയാൻ പറ്റില്ല. അപ്പം ഹസ്ബൻഡാണ് പിന്നെ വൈഫ് ഏതെങ്കിലും ഒരാൾ സ്ട്രിക്റ്റ് ആണെങ്കിൽ മക്കളെ ആര് വഴക്ക് പറയുന്നോ മറ്റേ സപ്പോർട്ട് ചെയ്യും. നേരെ അപ്പം ഇവർ രണ്ടാളും അടിപിടിയാവും. അമ്മ എന്ന് പറയുന്നവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന മക്കളും അച്ഛനെ മാത്രം ഇഷ്ടപ്പെടുന്ന മക്കളും ഒക്കെ ഉണ്ട്. അച്ഛനെയും അമ്മയെയും ഇഷ്ടപ്പെടുന്ന മക്കൾ വളരെ കുറവാണ്. കാരണം ഇവർ തമ്മിൽ അടിയാക്കാനാണ് ഏറ്റവും വലിയ താല്പര്യം. എന്നിട്ടും എൻ്റെ ഡൗട്ട് എന്താണെന്നറിയോ, അങ്ങനെ എല്ലാം അലോ ചെയ്ത് കൊടുത്തിട്ടും പാരൻസും മക്കളും തമ്മിലൊരു ഇമോഷണൽ കണക്ഷൻ വളരെ കുറവാണെന്നുള്ളതാണ്. കാരണം അവർ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള തന്ത്രം പഠിച്ചവരാണ് മക്കള്. ഇപ്പൊ ആരോട് എന്ത് ചോദിക്കണം, ഒരു കാര്യത്തിന് ഇയാളോട് ചോദിക്കാം. സിനിമക്ക് പോകണമെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതി. പക്ഷെ മറ്റേ ആളോട് ചോദിച്ചാൽ, ട്രിപ്പിന് പോകണമെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി. അവർക്കറിയാം ആരോട് ചോദിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം.
ആ ഒരു പാരന്റിങ് ട്രെയിനിങ് ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇത് ട്രെയിനിങ് എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പണ്ട് കണ്ടു പഠിച്ചിരുന്നത് ഒരു കൂട്ടുകുടുംബത്തിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ജീവിച്ചു. ഇപ്പോൾ ബിടെക് കഴിഞ്ഞ അല്ലെങ്കിൽ +2 കഴിഞ്ഞ വീട്ടിൽ നിന്ന് വിട്ടു പോവാണ്. ഹോസ്റ്റലിലും പിന്നെ ബിടെക്കായി പിന്നെ ജോലിയായി. അവർ ജീവിതം കാണുന്നില്ലല്ലോ. 12ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് എൻട്രൻസ് എക്സാം, 10ാം ക്ലാസ് വരെ കുത്തി പഠിപ്പിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഷെഡ്യൂൾഡ് പ്രോഗ്രാംസ് ആണ്. വെക്കേഷൻ പോലും ഇല്ല. ഞാൻ തമാശയില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റി, അതായത് അവരുടെ വീട്ടിൽ പോയപ്പോൾ വൈകിട്ട് 5 മണിക്ക് ഇരിക്കുമ്പോൾ വളരെ ടയേർഡായിട്ട്, ആ കുട്ടി എനിക്കൊന്ന് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലാണ്, ഒരു പെൺകുട്ടിയാണ്. അവളൊന്ന് വളരെ ടയേർഡായിട്ട് ഇരിക്കാൻ. എനിക്കും പറഞ്ഞ അച്ഛൻ പറയാണ് പെട്ടെന്ന് റെഡി ആവും മോളെ, ഇനി മ്യൂസിക് ക്ലാസ്സിന് പോകാനുണ്ട്. ഞാൻ ചോദിച്ചു വെക്കേഷൻ അല്ലേ എന്ന് ചോദിച്ചപ്പം ആ സാർ പറഞ്ഞു, ടീച്ചേഴ്സ് പറഞ്ഞ പോലെ എന്നെ അമ്മ പറയാണ് എവിടെ വെക്കേഷൻ, രാവിലെ 10 മണിക്ക് ഈ ക്ലാസ്, 11:30 ഈ ക്ലാസ്, 1 മണിക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് 1:30. അപ്പം 6ാമത്തെ എന്തോ ക്ലാസ് ആണ് ഈ മ്യൂസിക്കൽ ക്ലാസ് ഒരു ദിവസം. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ വെക്കേഷൻ. ആ കുട്ടിക്ക് ശരിക്കും സ്കൂളിൽ പോകുന്നല്ലേ വേദം. എന്തിനാ ഏപ്രിൽ മെയ്? ഇപ്പം എന്നോട് ക്യാമ്പ് നടത്തുമ്പോൾ എല്ലാവരും ചോദിച്ചു ഷെഡ്യൂൾ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. തോന്നുമ്പോൾ എഴുന്നേക്കാം. ഒരു കാര്യവും ഞാൻ പറയാറില്ല. എന്താണ് 10 ദിവസമാണ് നടക്കാന്ന് ഒരാൾക്കും ഗസ് ചെയ്യാൻ പോലും പറ്റരുത്. അല്ലാതെ 3 മണിക്ക് എഴുന്നേറ്റ് കണ്ണടച്ചിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, എന്നിട്ട് 6 മണി മുതൽ ഭജൻസ്, ഇതൊന്നും അല്ല ജീവിതം. നമുക്കിഷ്ടമുള്ളതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊരു സമയം കണ്ടെത്താൻ പറ്റുന്ന ഒരു 10 ദിവസമെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിനാണ് ഞാൻ ഈ കുട്ടികളൊക്കെ കൊണ്ടു നടക്കുന്നത്. ചെയ്ത് കാണിക്കുക. അല്ല അതല്ലേ നാച്ചുറൽ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ അല്ലേ? അദ്ദേഹത്തിന്റെ തിയറി നാച്ചുറൽ എന്ന് പറയുന്നുണ്ടല്ലോ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് തോന്നുന്നതാണ് നാച്ചുറോപ്പതി. മറ്റേത് ആർട്ടിഫിഷ്യൽ പതിയാണ്. അതെ, ഈ ആർട്ടിഫിഷ്യൽ പതി പാടില്ല. നാച്ചുറൽ തന്നെ ആവണം പതി. ശരീരത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളെ സ്നേഹിക്കുക. അതെ, നമ്മളെ സ്നേഹിക്കുമ്പോൾ ശരീരം വളരെ ഭംഗിയായിട്ട് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും. സ്വന്തം ശരീരം നോക്കുന്നവർ എത്ര പേരുണ്ടാവും? അതാണ് അല്ലേ? ഈ കാല് കൃത്യമായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നവർ എത്ര പേരുണ്ടാവും? കാല് കണ്ടിട്ടുള്ളവർ, സ്വന്തം കാല് കണ്ടിട്ടുള്ളവർ. അത് വലിയ അത്യാവശ്യമായിട്ടുള്ള പണിയാണ്. ട്രിമ്മിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രിം ആവണം. ആ ട്രിം എന്ന് പറഞ്ഞാൽ യു ഷുഡ് നോ, ഐ എൻജോയ് മൈ ബോഡി. കറക്റ്റ്, കൃത്യമായിട്ട് ചെയ്യണം. എന്തായാലും നമ്മുടെ നാട്ടിൽ വെൽനെസ് എന്ന് പറയുന്ന തലം വളരെ വലുതാകേണ്ടിയിരിക്കുന്നു. പേരൻറ്റിങ് മുതൽ, വിദ്യാഭ്യാസ മേഖല മുതൽ, സിലബസ് മുതൽ, സൗഹൃദങ്ങൾ മുതൽ ഇതിൻ്റെ ആവശ്യം വളരെ വലുതായി തോന്നും അല്ലേ? അതിനെപ്പറ്റി ഈ വീഡിയോ കാണുന്നവർക്കെങ്കിലും ശ്രമിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി അബി, നന്ദി TPS.